നമുക്കൊരു വേദഭാഗം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 24-ാമത്തെ വാക്യം. Acts chapter 20 verse 24. ആരെങ്കിലും എടുത്തവരൊന്ന് വായിച്ചാട്ടെ. But none of these things move me, nor do I count my life dear to myself, so that I may finish my race with joy and the ministry which I received from the Lord Jesus, to testify to the gospel of the grace of God. അപ്പോസ്തലനായ പൗലോസിൻ്റെ മൂന്നാമത്തെ മിഷണറി യാത്രയിൽ മിലാത്തോസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അദ്ദേഹത്തിന് യെരുശലേമിലേക്ക് പെന്തക്കോസ് നാളിൽ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആ ധൃതിയിൽ ഓടുന്ന സമയത്ത്, So while Paul was on his third missionary journey, on a hurry to reach Jerusalem, this context, സമയത്തിൻ്റെ പരിമിതികൾ മൂലം പൗലോസ് എഫെസോസിൽ പോകാതെ മിലാത്തോസിൽ വന്നിട്ട് എഫെസോസിലുള്ള മൂപ്പന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി പറയുന്ന ഒരു പ്രബോധനം അല്ലെങ്കിൽ ഒരു പ്രസംഗമാണ് ഈ കുറിവാക്യം. this is where Paul is exhorting the elders of the Ephesian church. ഇവിടെ പൗലോസ് അതിപ്രധാനമായിട്ടുള്ള 3 കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയുന്നു. Here Paul is emphasizing 3 main points. ഒന്ന്, പൗലോസ് പറയുന്നു, എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. The first thing is he does not count his life dear to himself. രണ്ടാമത് പൗലോസ് പറയുന്നു, എൻ്റെ ഓട്ടം തേക്കണം. Second, he says he should finish his race. മൂന്നാമത് പറയുന്നു, ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷ എനിക്ക് തികയ്ക്കണം. Third thing he says he wants to fulfill the ministry of the gospel. ഒരു മിഷണറി വീരൻ്റെ പരമപ്രധാനമായ ആത്യന്തികമായ ഒരു സന്ദേശമാണിത്. This is a message of a great missionary. ഇത് പറയുന്നത് എഫെസോസിലുള്ള മൂപ്പന്മാരോടാണ് പറയുന്നത്. This is he is telling to the Ephesian elders. സ്തോത്രലിയാം. ഇവിടെ പൗലോസ് പറയുന്നു, ഞാൻ എൻ്റെ ജീവിതത്തെ വിലയേറിയതായി എണ്ണുന്നില്ല. Here Paul says he does not count his life dear. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുമ്പോൾ, when we give our life importance to our life, പൗലോസ് പറയുകയാണ്, യേശുവിന് വേണ്ടി, യേശുവിനേക്കാൾ, യേശുവിൻ്റെ ജീവിതത്തെക്കാൾ വലുതായിട്ട് എൻ്റെ ജീവിതത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നില്ല. Paul says that he does not give his life more importance than the life of Jesus. ഞാൻ ഈ ഭാഗം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ പൗലോസിൻ്റെ മൂന്നാമത്തെ മിഷണറി യാത്രയിലാണ് ഈ ഒരു തലം വെളിപ്പെടുന്നത്. So in the Paul's third missionary journey, this is revealed. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം വിശ്വാസത്തിൽ 1 വർഷം തൊട്ട് 25-30 വർഷമായവരുണ്ട്. Here many people have come to the faith from 1 to 25 years, 30 years. പൗലോസ് ഏതാണ്ട് 10-20-25 വർഷങ്ങൾക്ക് ശേഷം, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ആണ് അവസാനം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. After many years in the faith, Paul is telling this statement. ഇന്ന് പകൽക്കാലം നമുക്ക് പറയുവാനായിട്ട് കഴിയുമോ, യേശുവിൻ്റെ ലൈഫിനേക്കാൾ എൻ്റെ ലൈഫിനെ നമുക്ക് വിലയേറിയതായി എണ്ണുവാനായിട്ട്? Are we able to say that our life is not important? ഞാൻ കഴിഞ്ഞ വർഷം സ്നാനപ്പെട്ടവരോടല്ല ഈ പറയുന്നത്. I'm not talking this to people who were baptized this last year. 10-20-25 വർഷമായ സ്തോത്രം എന്നെ പോലെ ഉള്ള അനേക പ്രിയപ്പെട്ടവരോട് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുകയാണ്, യേശുവിനേക്കാൾ അധികമായി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ വിലയേറിയതായിട്ട് എണ്ണുന്നു? But all of you have been in the faith for many years. Do you value your life more important than the life of Jesus? ഇത് ഒരു മിഷണറിയുടെ അല്ലെങ്കിൽ ഒരു കർത്തൃദാസന്റെ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിന്റെ ആത്യന്തിക തലത്തിൽ എത്തുമ്പോൾ മാത്രമേ നമുക്കിത് പറയാനായിട്ട് കഴിയത്തുള്ളൂ. This only when a servant of the Lord reaches his last stage of his faith he is able to say this. ഇത് പറയുമ്പോഴാണ് നമ്മുടെ വിശ്വാസം യഥാർത്ഥമായിട്ട് വെളിപ്പെടുന്നത്. When we are only telling this, our faith will be revealed. ഈ ഒരു തലത്തിൽ നമ്മൾ എത്തുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൽ ആരാണെന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിയും. Only when we reach this level we are able to understand who we are in Christ. ഞാൻ പഴയ നിയമത്തിൽ ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം, നമ്മുടെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം. I would like to introduce you to Abraham, who is the father of people of faith. ഇവിടെ വിവരിക്കുവാനുള്ള സമയമില്ലാത്തത് കൊണ്ട് സ്തോത്രം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ സ്തോത്രം, ഈ അബ്രഹാം കനാനിൽ ക്ഷാമം വന്നപ്പോൾ മിസ്രൈമിലേക്ക് പോകുന്ന ഒരു അനുഭവം നമുക്കറിയാം. In Genesis chapter 12 verse 10 we see when there was a famine, Abraham went to Egypt. അതിൻ്റെ 10-ാമത്തെ വാക്യം ജസ്റ്റ് ഒന്ന് വായിച്ചാട്ടെ.
ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രാം മിസ്രയീമിൽ ചെന്ന് പാർക്കുവാൻ അവിടേക്ക് പോയി. ആ മിസ്രയീമിൽ എത്താറായപ്പോൾ അവൻ തന്റെ ഭാര്യ സാറായിയോട് പറഞ്ഞത്, ഇതാ നീ സൗന്ദര്യമുള്ള സ്ത്രീയെന്ന് ഞാൻ അറിയുന്നു. മിസ്രയീമ്യർ നിന്നെ കണ്ണുപോലെ എന്റെ ഭാര്യയെന്ന് പറഞ്ഞ് നിന്നെ കൊല്ലുകയും നിന്നെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യും. അബ്രഹാം സ്തോത്രം ഹല്ലേലൂയ തൻ്റെ കുടുംബ ജീവിതത്തെ ഫറവോന്റെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കുകയാണ്. കാരണം തൻ്റെ പ്രാണനെയാണ് അവിടെ വിലയേറിയതായി കാണുന്നത്. Here Abraham is throwing away his family life because he values his life. സാറ ഫറവോന്റെ ഭാര്യയായാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എൻ്റെ ജീവനാണ് എനിക്ക് പ്രധാനം. Even though Sarah is the wife of Pharaoh, it doesn't matter, but my life is more important than that. പക്ഷേ അവിടെ ചെന്നപ്പോൾ അബ്രഹാമിന്റെ ഭാര്യ സാറ നിമിത്തം ഫറവോന് വലിയ പ്രതികൂലങ്ങൾ ഉണ്ടാവാനിടയായി. But opposition came against Pharaoh because of Sarah. സ്തോത്രമല്ലേ, ദൈവത്തിന്റെ പൈതങ്ങൾ ഹല്ലേലൂയ അവരെ ഉപദ്രവിക്കുന്നത് ദൈവത്തെ ഉപദ്രവിക്കുന്നത് തുല്യമായിട്ടാണ്. When the children of God are oppressed, it is equal to God being hurt. ആമേൻ. അതുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ വിശ്വാസം നമുക്കത്ര വലുതായിട്ടില്ലെങ്കിലും ഹല്ലേലൂയ ദൈവ തെരഞ്ഞെടുക്കപ്പെട്ട മക്കളായതുകൊണ്ട് നമ്മളെ ആരെങ്കിലും ഒക്കെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചാൽ അവർക്കതൊരു പ്രതികൂലമായിട്ട് മാറുവാനിടയുണ്ട്. Even though we don't have that much faith, because we are the chosen children of God, whoever hurts us, it will hurt God. ഞാനത് പറഞ്ഞത് അബ്രഹാം തന്റെ ജീവനെയാണ് വിലയേറിയതായിട്ട് കാണുന്നത്. Here Abraham values his life more. ഈ ഒരു അനുഭവം കൊണ്ടും അബ്രഹാം സ്തോത്രം ആ പാഠം പഠിച്ചില്ല. പിന്നെയും നമ്മൾ അതിൻ്റെ 20-ാം അധ്യായത്തോട്ട് വരുമ്പോൾ മറ്റൊരു ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 20:10 വേഗം ഒന്ന് വായിച്ചാട്ടെ, സമയത്ത് ഒരു കൊല്ലം പെട്ടെന്ന് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. അവിടെയും ഇതേ സംഭവം റിപ്പീറ്റ് ചെയ്യുകയാണ്. അബീമേലെക്ക് എന്ന് പറയുന്ന ജാതീയ രാജാവിൻ്റെ അടുക്കലേക്ക് സാറയ്ക്ക് പോകേണ്ടി വരുന്നു. അവിടെയും അബ്രഹാം ഒരു ഉപായം പ്രയോഗിക്കുകയാണ്, നീ എൻ്റെ പെങ്ങളാണ്. എവിടെ ഫറവോന്റെ അടുത്ത് പറഞ്ഞ അതേ സ്റ്റോറി തന്നെ ഇവിടെയും പറയുകയാണ്. കാരണം ഒരു അബ്രഹാം ചിന്തിക്കുന്നത് ഒരുപക്ഷെ എൻ്റെ ഭാര്യ മറ്റവൻ്റെ ഭാര്യ ആയാലും ആമേ കുഴപ്പമില്ല, എൻ്റെ ജീവന് നഷ്ടം വരല്ല. Here the same thing is repeated because Abraham values his life more than his wife going to another man. ഇതാണ് നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തിന്റെ ശിശു സ്റ്റേജിലായിരുന്നാൽ നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ ജീവനെയാണ് അധികമായി കാണുന്നത്. When we are in the childish stages of our faith, we value our life important. എന്നാൽ 10-37 വർഷങ്ങൾക്ക് ശേഷം, But after 30-37 years, ആമേൻ, ഞാൻ പല പ്രാവശ്യമായിട്ട് ഈ വചനങ്ങൾ ഉൽപ്പത്തി പുസ്തകമൊക്കെ അബ്രഹാമിൻ്റെ ചരിത്രമൊക്കെ ധ്യാനിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അബ്രഹാമിന് 25 വർഷമായി ഒരു കുഞ്ഞിനെ കൊടുക്കാതിരുന്നതിൻ്റെ കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? many times when I meditated this, I have thought why God did not give him a child for 25 years. അബ്രഹാമിന് 25 വർഷം കൊണ്ട് വിശ്വാസം പഠിപ്പിക്കുകയായിരുന്നു. For 25 years he was learning faith. വിശ്വാസത്തിന്റെ തലത്തിലേക്ക് അബ്രഹാമിനെ വളർത്തിയെടുക്കുവാനിടയായി തീർന്നു. Abraham was able to grow into being filled with faith. അപ്പോൾ അബ്രഹാമിനെ വിളിച്ച സമയത്ത് ഇസാക്കിനെ കൊടുത്തിരുന്നുവെങ്കിൽ, so if Abraham was called and Isaac was given at that time, നമുക്ക് വിശ്വാസികളുടെ ഒരു പിതാവിനെ ലഭിക്കുവാനായിട്ട് കഴിയത്തില്ല. we will not have a father of the believers. അബ്രഹാമിന്റെ മേലുള്ള ദൈവത്തിന്റെ വിളിയും തെരഞ്ഞെടുപ്പും വലിയതായതുകൊണ്ട്, because the call of an election on Abraham was great, അബ്രഹാമിന്റെ വഴികളൊക്കെ ഇടുക്കവും ഞെരുക്കവും ഉള്ളതായിരുന്നു. the way of Abraham was narrow. നിങ്ങളുടെ ജീവിതത്തിലെ ഇടുക്കവും ഞെരുക്കവും ഉള്ള വഴികൾ കൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കണം, നിങ്ങളുടെ വിളിയും പദ്ധതികളും വലുതാണെന്ന്. When you go through a narrow way, you have to understand that your calling and election is great. അങ്ങനെ കടന്നു പോകുമ്പോഴാണ് നിങ്ങളുടെ അഭിഷേകം വർദ്ധിക്കുവാനിടയായിട്ട്. Only when you go through that, your anointing will come. അതാണ് ദാവീദിന്റെ ജീവിതത്തിൽ നിന്ന് പകൽക്കാലം കേട്ട് സംഭവിക്കുവാനിടയായി തീർന്നത്. That's what happened in the life of David. 18-ാമത്തെ വയസ്സിൽ ദാവീദിനെ അഭിഷേകം ചെയ്തെങ്കിലും 12 വർഷം ആമേൻ ദൈവത്തോട് ചേർന്ന് നടന്ന് 30-ാമത്തെ വയസ്സിൽ ഇസ്രായേലിന്റെ രാജാവാകുവാനിടയായി. Even though he was anointed at the age of 18, only at the age of 30 he was able to be the king. യോസേഫ് 17-ാമത്തെ വയസ്സിൽ ദർശനമുണ്ടായെങ്കിലും 13 വർഷം എടുത്തു ദൈവം പണിത് ഫറവോന്റെ മുമ്പാകെ മന്ത്രിയാകുവാൻ. Even Joseph was called at 17 in his vision, but after 13 years old he stood before Pharaoh. സ്തോത്രം. അബ്രഹാമിനെ ദൈവം പണിയുവാനിടയായി തീർന്നു. God was able to build up Abraham. അങ്ങനെയാണ് വിശ്വാസികളുടെ പിതാവ് എന്നുള്ള ആ ഒരു പേരിലേക്ക് അറിയപ്പെടുവാനിടയായി തീർന്നു. That's how he became the father of the believers. ആ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ അതിവിശുദ്ധ വിശ്വാസത്തിന്റെ തലത്തിലെത്തിയപ്പോഴാണ്, And when he reached the stage of the faith, അതിവിശുദ്ധ വിശ്വാസം എന്ന് പറയുന്നത്
The most holy faith means ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവനേക്കാൾ വലിയതായിട്ട് ദൈവത്തെ കാണുന്നതാണ് അതിവിശുദ്ധ വിശ്വാസം എന്ന് it പറയുന്നത്. is when we see God greater than our life that we reach the most holy faith. അവിടെ ഞാൻ വിശ്വസിക്കുന്നത് അബ്രഹാമിനടുത്ത് ഇസാക്കിനെ ചോദിക്കുമ്പോൾ ഇസാക്കിനെ വലിച്ചെറിഞ്ഞ് യാഗമായി കൊടുക്കത്തക്ക വിശ്വാസ തലത്തിലേക്ക് അബ്രഹാം വളരുവാനിടയായി. And Abraham was able to grow that he was able to give the life of his child away. ഞാൻ വിചാരിക്കുന്നു ഒരുപക്ഷെ അബ്രഹാമിനോട് പറയാണ്, നിന്നെ എനിക്ക് യാഗമായി തരാൻ ചോദിച്ചാൽ പോലും അബ്രഹാം അതിന് തയ്യാറാവും. Suppose that God asked Abraham for his own life, Abraham would be ready. കാരണം അബ്രഹാമിന്റെ അകത്തുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഇസാക്ക് പോയാൽ മറ്റൊരു ഇസാക്കിനെ Because the ഉയർത്തെഴുന്നേൽപ്പിക്കുക. faith of Abraham was that even if one Isaac went, another Isaac will come. ആമേൻ. നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ഒന്ന് നഷ്ടപ്പെട്ടാൽ മറ്റൊന്ന് മടക്കി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. If something is lost in life, God is able to restore that. സ്തോത്രം. ഞാൻ ആ ഭാഗം വിടുന്നു. പൗലോസിന്റെ ജീവിതയാത്രയിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമുക്ക് വായിച്ച വേദഭാഗം 1-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. നമുക്ക് ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് വായിക്കാം. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷി പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയിൽ തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. ഇപ്പൊ പൗലോസിന്റെ ആദ്യകാല ജീവിതം നമ്മൾ പഠിച്ച കഴിഞ്ഞ 1-2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ പൗലോസിന്റെ മിഷണറി യാത്രയുടെ ആരംഭഘട്ടങ്ങളെ കുറിച്ച് പറയാനിടയായി. I was able to talk about Paul's in the beginning of his missionary journeys. പൗലോസ് ദമസ്കോസിൽ വന്നപ്പോൾ അവിടെയുള്ള യഹൂദന്മാരുമായിട്ട് തർക്കിച്ച് അവരെല്ലാം കൂടെ പൗലോസിനെ കൊല്ലുവാനായിട്ട് നോക്കി. And when Paul debated with all the Jews, they all began to try to kill him. എന്നാൽ ദമസ്കോസിലെ ആ പട്ടണത്തിലെ ഒരു കിളിവാതിൽ കൂടെ പൗലോസിനെ അവര് കൊട്ട വഴിയായി ഇറക്കി വിട്ടു. അവിടുന്ന് രക്ഷപ്പെടുവാനിടയായി തീർന്നു. But Paul was saved when he was lowered through a basket through the wall. അവിടെ പൗലോസ് ഒരിക്കലും പറയുന്നില്ല ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി കാണുന്നില്ലെന്ന്. There Paul doesn't say that he doesn't value his life. പൗലോസിന്റെ അല്ലെങ്കിൽ ആരംഭഘട്ടങ്ങളിൽ പൗലോസിന് അങ്ങനെ പറയുവാനായിട്ട് കഴിയത്തില്ല. But in the beginning stages of his life, Paul was not able to say that. അവിടെ 3 വർഷം താമസിച്ച ശേഷം പിന്നെ യെരുശലേമിലേക്ക് പോകുമ്പോൾ അവിടെയും പൗലോസ് യഹൂദന്മാരുമായിട്ട് യവനന്മാരുമായിട്ടൊക്കെ തർക്കിച്ചിട്ട് അവരെല്ലാം കൂടെ പൗലോസിനെ കൊല്ലുവാനായിട്ട് നോക്കി. And again the same thing happened when all the people tried to kill him when he debated with them. സഹോദരന്മാരെല്ലാം കൂടെ ഇവരുടെ കൂട്ടുകെട്ട് അറിഞ്ഞുകൊണ്ട് പൗലോസിനെ മടക്കി തർസോസിലേക്ക് അയക്കുന്ന ഒരു സംഭവം നമുക്കറിയാനായിട്ട് കഴിയും. And then after that the brothers took Paul and sent him back to Tarsus. എന്നാൽ തന്റെ 3-ാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് വിളിച്ചു പറയുകയാണ്, എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നു. But on his third missionary journey he says, I don't count my life dear. പൗലോസിന്റെ അകത്ത് വെളിപ്പാടുകളുടെ ആധിക്യമുണ്ടായി. There was many revelations in Paul. പൗലോസിന്റെ അകത്ത് വിശ്വാസത്തിന്റെ തലം വർദ്ധിക്കുവാനിടയായി. And faith was able to grow in Paul. അതുകൊണ്ട് പൗലോസ് യെരുശലേമിലേക്ക് ഈ മിലാത്തോസിലുള്ള മൂപ്പന്മാരെ എഫെസോസിലുള്ള മൂപ്പന്മാരെ മിലാത്തോസിൽ കൊണ്ടുവന്ന് വിളിച്ചുകൂട്ടി പറഞ്ഞ ശേഷം അവരെ പ്രബോധിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് 20-ാം അധ്യായം അതിന്റെ 18 മുതൽ അതിന്റെ 38 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. So we see a lot of things that Paul exhorts the Ephesian elders in Miletus. അതിനുശേഷം പൗലോസ് കൈസരിയിൽ യെരുശലേമിലേക്കുള്ള യാത്രയിൽ കൈസരിയിൽ എത്തിയപ്പോൾ And then on the journey to Jerusalem when he reached Caesarea, 7 പേരിൽ ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ and one of the 7, the evangelist Philip, when he was staying there in his house, അവിടെ അഗബാസ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വന്ന് പൗലോസോട് ദൂത് പറയുകയാണ്. a prophet called Agabus came and prophesied to him. സ്തോത്രം. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കും. അപ്പോസ്തലൻ പറഞ്ഞ 21-ന്റെ സ്തോത്രം ലലിയ അതിന്റെ 11-12 വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാം. അവൻ ഞങ്ങളുടെ അടുക്കൽ വന്ന പൗലോസിന്റെ അരക്കച്ച എടുത്ത് തന്റെ കൈകാലുകളെ കെട്ടി. ആ ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരൂശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു ആലോചനയാണ് ഇത്. മാനുഷിക ആലോചനയല്ല. പൗലോസോട് പറയുകയാണ്, യെരൂശലേമിൽ സ്തോത്രം നിന്നെ ഹല്ലേലൂയ ബന്ധിക്കുവാനിടയുണ്ട്. നിന്റെ ജീവന് ഭീഷണിയാണ്. നിന്നെ ഒരുപക്ഷെ അവിടെ വെച്ച് ഹല്ലേലൂയ സ്തോത്രം മരണത്തിന് ഏൽപ്പിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. Here the Holy Spirit is telling to Paul that they will bound you and there's a threat to your life and you might even die. ഇത് പൗലോസിന്റെ ഞാൻ മനസ്സിലാക്കുന്ന 24-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. And in 24th verse he says that he does not count his life dear to him. നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ആദ്യത്തെ ടെസ്റ്റ് വരുന്നത് പ്രസംഗിക്കുന്നവർക്ക്.
When we preach, the first test we see is to those who preach. പ്രസംഗിക്കുന്നവരിൽ കൂടെയാണ് ഈ ടെസ്റ്റ് ആദ്യം കടന്നു പോകുന്നത്. The test comes first to those preachers. എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായി. I have many experiences in my life. ജഡത്തെ ഒതുക്കണമെന്ന് പറഞ്ഞ് പ്രസംഗിച്ചിട്ട് ആമേൻ സ്തോത്രം പലപ്പോഴും പരാജയപ്പെട്ട അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി. When I preach against the flesh, that many tests come in my life. ആദ്യത്തെ ടെസ്റ്റ് വരുന്നത് ഈ പ്രസംഗിക്കുന്നവർക്കാ. The first test comes to those who preach. ഹല്ലേലൂയ. പിന്നെ അത് മനസ്സിലാക്കുന്നവർക്ക് വരുത്തോളൂ. Then only the people who understand. പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്, നീ അവിടെ പോകരുത്, ഒരു പക്ഷേ മരിക്കുവാനുള്ള സാധ്യതയുണ്ട്. Here the Holy Spirit is telling him that you should not go there because you might die there. എന്നാൽ പൗലോസിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിനെ ഓവർകം ചെയ്യുക. വിശ്വാസത്തിന്റെ തീഷ്ണതയാണ് പൗലോസ് അവിടെ വെളിപ്പെടുത്തുന്നത്. But here Paul says his extremity of his faith. അതിന്റെ 12-13 വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാം. ഇത് കേട്ടപ്പോൾ യെരൂശലേമിൽ പോകരുതെന്ന് ഞങ്ങളും അവിടുത്തുകാരും അവനോട് അപേക്ഷിച്ചു. ആ, അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞെന്റെ ഹൃദയം തകർത്ത് കളയരുത്. അടുത്ത വാക്യം, കർത്താവായ യേശുവിന്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല യെരൂശലേമിൽ മരിക്കുവാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. പൗലോസിന്റെ പ്രാണനെ പൗലോസ് വിലയേറിയതായി കാണുന്നില്ല. Paul does not see his life as important to him. ഞാൻ ഈ സഭയിൽ ഒരു സാക്ഷ്യം, പെട്ടെന്നൊരു സാക്ഷ്യം, എറണാകുളത്തുള്ള ഞാൻ പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല, ഒരു ആൻറ്റിക്ക് ബ്രെയിൻ ക്യാൻസർ വന്നിട്ട് അങ്ങനൊരു ശോധനയും കൂടെ കടന്നു പോയപ്പോൾ ആ സഭയിലെ ദൈവാസന്മാർ പ്രാർത്ഥിക്കാൻ ഭവനത്തിൽ ചെന്നപ്പോൾ in one woman when she was going through brain cancer and when people came to pray for her, അപ്പോൾ ഈ ആൻറ്റി പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട. She said that you don't have to pray for me. അതിനുള്ള കാരണം അവർ ചോദിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞു ഇങ്ങനെയാണ്. When they asked for the reason, she said that എനിക്ക് ഈ രോഗം വരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. I'm very happy that this disease came. കാരണം ഞാൻ ഇവിടെ വെച്ച് മരിച്ചാൽ, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ പോകും. Because if I die here, I go to my Lord. അത് മാത്രമല്ല, ഈ ശരീരം മരിക്കേണ്ട ശരീരമല്ല, ഇത് ഉയർത്തെഴുന്നേൽക്കേണ്ട ശരീരമാണ്. This is not a body of death, it is supposed to be resurrected. അവർ ആ ടെസ്റ്റ് പാസ്സായി. She passed that test. അവരുടെ ക്യാൻസർ സൗഖ്യമായി. She was healed of cancer. അവരിപ്പോൾ 7 വർഷമായി ജീവിച്ചിരിപ്പുണ്ടായി. For 7 years she has been living. അവർ കർത്താവിന്റെ സാക്ഷിയായി ജീവിക്കുന്നു. She's a testimony of the Lord. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധനകൾ വരുമ്പോൾ, when the trials of faith come, എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ പരിശോധനകൾ when the വരുമ്പോൾ, trials of faith come in our lives, നമുക്ക് ധൈര്യമായിട്ട് വിളിച്ചു പറയണം. we should say boldly. ആമേൻ. ഇന്ന് പകൽക്കാലം വിശ്വാസത്തിന്റെ പീക്കിലെത്തുമ്പോൾ നാം പറയേണ്ടത്, when we reach the peak of faith, we must tell that ഞാൻ ഈ ലോകത്തെ വലുതായി കാണുന്നില്ല. I don't value this world. ഈ ശരീരത്തെ ഞാൻ വലുതായി കാണുന്നില്ല. I don't value this body. ഈ ജോലിയെ വലുതായി കാണുന്നില്ല. I don't value this job. ഈ ആരോഗ്യത്തെ വലുതായി കാണുന്നില്ല. I don't value this health. എന്റെ സുഖ സൗകര്യങ്ങളെ വലുതായി കാണുന്നില്ല. I don't value my comfort. എനിക്ക് ദൈവം തന്ന ഭവനത്തെ വലുതായി കാണുന്നില്ല. I don't value this house. എനിക്ക് ദൈവം തന്ന കുഞ്ഞുങ്ങളെ വലുതായി കാണുന്നില്ല. I don't value the children. എനിക്ക് തന്ന വാഹനത്തെ ഞാൻ യേശുവിനേക്കാൾ വലുതായി കാണുന്നില്ല. I don't value the vehicle more than എന്റെ Jesus. ബാങ്ക് ബാലൻസ് യേശുവിനേക്കാൾ വലുതായി ഞാൻ കാണുന്നില്ല. I don't value the bank balance more than Jesus. ഇത് വിശ്വാസത്തിന്റെ ആ തലത്തിലെത്തുമ്പോഴേ നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. It's only when we reach that level of faith we are able നമുക്കത് to say. പറയുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ ആ വിശ്വാസത്തിൽ ഇപ്പോഴും ശിശു സ്റ്റേജിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. If we are not able to say that, we are still in the childish stage of faith. ഞാൻ ഈ ഒന്നാമത്തെ വാക്യോടെ അവസാനിപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യത്തിലേക്ക് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. I would like to talk on the next part. അതിന്റെ ആ കുറിവാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷി പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയിൽ തികയ്ക്കണമെന്നേ എനിക്ക്. പൗലോസിന്റെ രണ്ടാമത്തെ സ്തോത്രം ഈ ഒരു കാര്യം കൂടെ ചിന്തിക്കുന്നുള്ളൂ. മൂന്നാമത്തെ കാര്യം ചിന്തിക്കാൻ സമയമില്ല. സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ രണ്ടാമത്തെ കാര്യത്തിൽ പൗലോസ് പറയുന്നത് എൻ്റെ ഓട്ടം തികയ്ക്കുക. The second thing Paul says that he should finish his race. എന്താണ് പൗലോസ് ഈ ഓട്ടം എന്ന് പറയുന്നത്? So what did Paul mean by race? സ്തോത്രം, നമ്മൾ ഒത്തിരി വചനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. We have heard many verses that say we should run with endurance. അംഗം വരുന്നവനെല്ലാം സകലത്തിലും വർജ്ജനം ആചരിക്കണം. That all who should be trained when they are going for this. നിങ്ങളെല്ലാവരും ബിരുദ് പ്രാപിക്കാൻ തക്കവണ്ണം ഓടണം. That all of us must run for a prize. ഒത്തിരി മെസ്സേജ് നമ്മൾ കേട്ടിട്ടുണ്ട്. We have heard many messages on that. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ ഇത് എടുക്കണോ എടുക്കണ്ടോ എന്നൊക്കെ ഒത്തിരി കൺഫ്യൂസ് ചെയ്തു ഈ വചനം. I was pondering whether I should say it or not. കാരണം ഈ ഓട്ടത്തെക്കുറിച്ച് നമുക്കൊന്ന് അറിയണ്ടേ.
Because we must know about the race. അപ്പൊ ഇത് ധ്യാനിച്ചുകൊണ്ടിരുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നെ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് ചിന്തിപ്പിക്കുവാനിടയായി തീർന്നു. So when I was meditating on this, the Holy Spirit talked about Philippians chapter 3. അപ്പോസ്തലനായ പൗലോസ് റോമിലെ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് ഫിലിപ്പിയ സഭയ്ക്ക് ഒരു ലേഖനം എഴുതുമ്പോൾ 3-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യങ്ങൾ തൊട്ട് പെട്ടെന്ന് നമുക്കൊന്ന് വായിക്കാം. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. ആ അത്രയുമല്ല, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ഒന്ന് പൗലോസ് പറയുന്നേ, ഞാനത് 3 ഭാഗങ്ങളാണ്, അത് സമയമില്ലാത്തതുകൊണ്ട് ഇത്തിരി ഒന്ന് ഓടിച്ചു പോവുകയാണ്. അതിനകത്ത് പറയുന്ന 3 കാര്യങ്ങളാണ് ഒരു ക്രിസ്തീയ ഭക്തന്റെ ഓട്ടത്തിൽ ഉണ്ടായിരിക്കേണ്ട 3 കാര്യങ്ങളെക്കുറിച്ച് പൗലോസോട് വെളിപ്പെടുത്തുന്നു. Here Paul is telling about 3 things that a Christian should have in his life, in his ഈ race. പൗലോസിന്റെ ലേഖനങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് അല്പം പ്രയാസമുണ്ട്. It may be hard to understand the epistles of Paul. ഞാൻ വിശ്വാസം കൊണ്ട് 25 വർഷമായി. I've been in the faith for 25 years. ഈ ലേഖനങ്ങളൊക്കെ വായിച്ചിട്ട് പലപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല. Many times reading the epistles, I'm not able to understand. ഒരു വട്ടം പത്രോസ് ലേഖനം വായിച്ചു, പത്രോസ് പോലും പറയുന്നത് ഇങ്ങനെയാണ്. Even Peter himself says in his epistle. നമ്മുടെ സഹോദരനായ പൗലോസ് അതിനെക്കുറിച്ച് വളരെ എഴുതിയിട്ടുണ്ട്. അത് ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് വളരെ പ്രയാസമുണ്ട്. That is hard to understand the letters Paul has written to you. ഇതിനെക്കുറിച്ച് പരിജ്ഞാനമില്ലാത്ത ആൾക്കാർ ഈ വചനത്തെ കോട്ടിമാട്ടിക്കളയുന്നു എന്ന് And പറയും. those who have not understanding of that distort the scriptures. അപ്പോൾ ഇതിങ്ങനെ വായിച്ച് ലേഖനം വായിക്കുമ്പോൾ തന്നെ നമുക്ക് അത്ര അങ്ങോട്ട് വായിക്കാനായിട്ട് തോന്നത്തില്ല. And when we read the epistle, it's hard to understand. കാരണം ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. Because you're not able to understand it. നമുക്ക് സങ്കീർത്തനമൊക്കെയാണ് ഇന്ന് വായിച്ച് പെട്ടെന്ന് ശുശ്രൂഷിച്ച് 1/2 മണിക്കൂറോ അല്ല 1 മണിക്കൂറോണെങ്കിലും എടുക്കാൻ പറ്റും. With the Psalms, we are able to minister easily. ആ സ്തോത്രക്കാരെ സങ്കീർത്തനം വായിച്ച് നമ്മുടെ ജീവിതത്തിൽ സങ്കീർത്തനത്തിന്റെ ഒരു ശുശ്രൂഷയിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങളാണ്. Many times we read the Psalms too much. There is a ministry of Psalms in our life. എവിടെയാണ് സങ്കീർത്തനത്തെ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളത്? What have we excluded in Psalms? സ്തോത്രം. ഞാൻ ആ ഭാഗത്തിലേക്ക് കടക്കുന്നില്ല, സമയത്തിന് ചുരുക്കം പോലെ. ഇവിടെ അല്ലെങ്കിൽ പൗലോസിന്റെ ഈ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ പല പ്രാവശ്യം വായിച്ചിട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത, നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ഇരുന്നെങ്കിൽ മാത്രമേ ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. Let us prayerfully listen to the word of God. ഒന്ന്, പൗലോസ് പറയുകയാണ് യേശുവിനെ നേടണം. First thing he says that he should gain Jesus. ആമേൻ. സ്തോത്രം. യേശുവിനെ നേടണമെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ലഭിച്ചതിനെല്ലാം ചപ്പും ചവറും എണ്ണണം. If we have to gain Christ, we must see everything in this world as rubbish. നമുക്കെല്ലാവർക്കും യേശുവിനെ നേടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ലോകത്തിലെ കാര്യങ്ങളെ നമുക്ക് ചപ്പും ചവറും എണ്ണാൻ പറ്റത്തില്ല. We desire to gain Christ, but it's hard for us to count rubbish the world. പൗലോസ് ഉപേക്ഷിച്ചതിലേക്കാണ് നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. What Paul has discarded, we are running after it. അപ്പൊ പൗലോസ് പറയുകയാണ്, പൗലോസിനെ പറ്റി തന്റെ പശ്ചാത്തലവും പാരമ്പര്യവും തന്റെ പ്രശസ്തിയെക്കുറിച്ചൊക്കെ പൗലോസ് 3-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എനിക്ക് ജഡത്തിൽ ആശ്രയിപ്പാൻ വകയുണ്ട് എന്ന് പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ. അതൊന്ന് പെട്ടെന്ന് വായിച്ചാട്ടെ മനസ്സിലാക്കാൻ വേണ്ടി. നാമല്ലോ പരിച്ഛേദനക്കാർ, എന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശു പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പക്ഷേ എനിക്കും ജഡത്തിൽ ആശ്രയിക്കുവാൻ വകയുണ്ട്. പൗലോസ് പറയാണ്, ഈ ജഡപ്പാരം നിങ്ങൾ ആശ്രയിക്കുന്നെങ്കിൽ എനിക്ക് ജഡത്തിൽ ആശ്രയിക്കാൻ ഒത്തിരി വകയുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് പാരമ്പര്യമൊക്കെ ഒത്തിരി പറയാനുണ്ട്. നമുക്കൊത്തിരി കുലമഹിമകൾ പറയാനുണ്ട്. കുടുംബത്തിൻ്റെ മഹത്വങ്ങൾ പറയാനുണ്ട്. എൻ്റെ പിതാവിന് ആരായിരുന്നു, എൻ്റെ മാതാവ് ആരായിരുന്നു, എൻ്റെ കുടുംബം ഏതായിരുന്നു, എൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു എന്നൊക്കെ പറയുവാനുള്ള ഒരു പ്രാഗൽഭ്യമൊക്കെ നമുക്കുണ്ട്. We have many confidence to boast about our background, our parents, our family histories. 5-ാമത്തെ വാക്യം പറയുന്നു, 8-ാം നാളിൽ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷ ശുഷ്കാന്തി 6-ാമത്തെ സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. പൗലോസിനോളം ഇത്രയോളം ന്യായപ്രമാണത്തിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഭക്തനെ കാണുവാനായിട്ട് കഴിയത്തില്ല. There was no one like Paul who was perfect in the law of God. ന്യായപ്രമാണം എല്ലാം അനുചരിക്കുന്ന അല്ലെങ്കിൽ അതിനെ എല്ലാം അനുഷ്ഠിക്കുന്ന ഫോളോ ചെയ്യുന്ന ഒരാളാണ് പൗലോസ്. Paul was a person who followed the law completely. അപ്പൊ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള പൗലോസ്, ഇനി കൂടാതെ ഇദ്ദേഹത്തിന് ഒരു ഹിസ്റ്ററി പറയുന്നത് ഇദ്ദേഹം ഒരു കപ്പൽ വ്യാപാരിയുടെ മകനാണെന്നാണ്. And history also says that along with this that he was a son of a ship merchant. പാരമ്പര്യമായിട്ട് കോടീശ്വരനാണ്. From history, from background, he is a very rich man. അല്ലെ? എന്നാൽ ഇദ്ദേഹം റോമ പൗരൻ കൂടെയാണ്. He's also a Roman citizen. അപ്പൊ അന്നത്തെ ഉണ്ടായിരുന്ന സഹസ്രാധിപൻ റോമൻ പൗരത്വം സമ്പാദിച്ച് തന്റെ സകല മുതലും കൊടുത്തിട്ടാണ്. And if to be a Roman citizen, you have to give all those properties. അന്ന് റോമൻ പൗരനാകുക എന്ന് പറയുന്ന ഒരു വലിയ പ്രിവിലേജ് ആണ്. It is a privilege in that time to be a Roman അപ്പൊ ഇവിടെ citizen. പൗലോസ് പറയാണ്, ഇതിനെയൊക്കെ ഞാൻ ചപ്പ്
ചപ്പും ചവറും എന്നുണ്ട്. But here Paul calls all those things rubbish. ഗമാലിയലിന്റെ കാൽക്കീഴിൽ ഡോക്ടറേറ്റ് എടുത്ത പൗലോസ് പറയാണ് ഞാൻ തിയോളജിയൊക്കെ വലിച്ചെറിയുകയാണ്. Paul, who learned from Gamaliel, says that I throw away such things. അമ്മ യേശുവിന്റെ ക്രൂസിലോട്ട് വന്നപ്പോൾ പൗലോസ് പറയാണ് എന്റെ ജ്ഞാനമല്ല, എന്റെ വശീകരണ വാക്കുകളല്ല, എനിക്ക് ദൈവം തന്ന ആത്മാവിന്റെ ശക്തിയുടെയും നിങ്ങളോട് ശുശ്രൂഷിച്ചു. But when he came to the cross of Christ, he threw away his knowledge and eloquence. And ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ എനിക്ക് മറ്റൊന്നും അറിയണ്ട. That's why he said he wanted to know nothing except Jesus Christ and him crucified. ഞാൻ പഠിച്ച ഒരു നോളജ് എനിക്ക് ഇന്ന് പകൽക്കാലം ആവശ്യമില്ല. I don't want to know about all the knowledge I learned. യേശുവിനെ മനസ്സിലാക്കിയാൽ യേശുവിനെ നേടുവാനായിട്ട് കഴിയും. When you understand Jesus, you are able to gain him. പൗലോസ് പറയാണ് ക്രിസ്തു നിമിത്തം സകലതും ഞാൻ ചപ്പും ചവറുമെന്നാണ്. He says because of Christ I count everything as rubbish. സ്തോത്രല്ലിയ. അതിന്റെ രണ്ടാമത്തെ 9 നമ്മൾ വായിച്ചു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും അടുത്ത വാക്യം പറയുന്നു അപ്പൊ രണ്ടാമത് പൗലോസ് പറയാണ് യേശുവിൽ ഇരിക്കുക. And the next thing Paul says is to be found in him. യേശുവിൽ എങ്ങനെയാണ് ഒരു ഭക്തൻ ഇരിക്കുന്നത്? How is a believer be found in Jesus? യേശുവിൽ ഒരു ഭക്തൻ ഇരിക്കുന്നത് ഇത് മനസ്സിലാക്കാൻ അല്പ പ്രയാസമാണ്. സ്തോത്രമല്ലേ. എന്നാൽ നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം പ്രിയമുള്ളവരെ. യേശുവിൽ എങ്ങനെയാണ് ഒരു ഭക്തൻ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ, so how is a believer found in Jesus is that നമ്മളെല്ലാം ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നീതി വെളിപ്പെടുത്താൻ നോക്കുന്നവരാണ്. in these times we are trying to show our righteousness through our works. നമ്മുടെ വെള്ള ഉടുപ്പൊക്കെ ഇട്ട് മീശയൊക്കെ വടിച്ച് ആഭരണമൊക്കെ ഊരി നമ്മുടേതായിട്ട് ലെവലിൽ ഒരു നീതി നടപ്പാക്കാനാണ് നമ്മൾ നോക്കുന്നത്. We do all those outward things to show our own righteousness. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ദൈവത്തിന്റെ ഭക്തന്മാരാണെന്നൊക്കെ നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. To show off in front of others that we are believers and devout men. എന്നാൽ ന്യായപ്രമാണത്തിലെ അകത്തുള്ള കോറായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യുവാൻ ഒരു ഭക്തന് ഒരു കാലത്തും കഴിഞ്ഞിട്ടില്ല. But to do the core things of the law, no one was able to do that. അതുകൊണ്ട് മത്തായി 20 അധ്യായത്തിൽ കർത്താവ് പരീശനെ ശാസ്ത്രിയെ നോക്കി പറയുന്നു. That is why in the 23rd chapter of Matthew, Jesus talks about the Pharisee and the scribes. ആ സ്തോത്രം, നിങ്ങൾ ഈ കൊതുകിനെയൊക്കെ അരിച്ചെടുക്കുന്നു, ഒട്ടകത്തെ എന്ത് ചെയ്യുന്നു? വിഴുങ്ങിക്കളയുന്നു. That you strain the gnat and you swallow the camel. എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യും? വിഴുങ്ങിക്കളയും. That you can do the small things of the law, but the core things you reject. ന്യായപ്രമാണത്തിലെ കരുണയും ദയയും ദീർഘക്ഷമയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. That you don't take care of the justice, mercy and kindness of the law. ശത്രുവിനെ സ്നേഹിക്കണമെന്നും മറ്റുള്ളവർക്ക് വേണ്ടി ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്നും ഒക്കെയുള്ള കാര്യങ്ങളെ സ്തോത്രം പഠിപ്പിക്കുമ്പോൾ അതൊന്നും നിങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് അല്ല. That Jesus says to the Pharisees that loving the enemies and praying for them is not important to you. പുറമേ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു നീതി സ്ഥാപിക്കാനാണ് അന്നത്തെ ഭക്തന്മാർ ശ്രമിച്ചിരുന്നത്. So the believers of those times only try to do the outward things too. പൗലോസ് ഇതൊക്കെയാ ചെയ്തുകൊണ്ടിരുന്നത്. Paul also used to do all these things. എന്നാൽ പൗലോസ് യേശുവിനെ കണ്ടപ്പോൾ പറയുകയാണ്. But when Paul saw Jesus, he says, അതാണ് നമ്മൾ വായിച്ചത്, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അങ്ങനെ ലഭിക്കുന്ന ഒരു നീതിയാണ് എന്നിൽ വെളിപ്പെടേണ്ടത്. That is why Paul says to be found in him, not having my righteousness but his righteousness. അപ്പൊ നമ്മൾ വിശ്വസിക്കേണ്ടത് ഇങ്ങനെയാണ്. സ്തോത്രം, ഈ കർത്താവ് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ല പ്രവർത്തികൾ വെളിപ്പെടുന്നുണ്ടെങ്കിൽ യേശു എൻ്റെ അകത്ത് വസിക്കുന്നത് കൊണ്ടാണ്. So we have to think that every good work that we do is because Jesus dwells in us. നിങ്ങൾ ആ ഒരു വിശ്വാസ തലം ഒന്ന് എക്സർസൈസ് ചെയ്യുമ്പോൾ, You have to exercise that faith. നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങളത് എക്സർസൈസ് ചെയ്യുമ്പോൾ, When you exercise in your day-to-day life, നിങ്ങൾ ഇന്നലെ ചെയ്തതിനേക്കാൾ നല്ല പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയും. that you will be able to do more good works than yesterday. പിന്നെ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, നമ്മൾ 9:30 ഇവിടെ തന്നെ, നമ്മൾ 9:45 വരുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, യേശുവിന്റെ നീതി നമ്മുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ 9:15 ഇവിടെ വരും. That we are able to be punctual even when the righteousness of Jesus comes. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടോ? സ്തോത്രം. ഞാനൊരു വാക്യം നിങ്ങൾക്ക് എടുത്ത് വായിക്കാം. ഗലാത്യർ 2:20 വായിച്ചാട്ടെ. ഗലാത്യർ 2:20 നമ്മളെപ്പോഴും പരിചയമുള്ളൊരു വേദഭാഗമാണ്. പൗലോസ് ഒരു വിശ്വാസത്തിന്റെ തലം പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ വാ കൊണ്ട് നമ്മൾ പറയണേ, കർത്താവേ ഞാൻ മരിച്ചു, എന്നിൽ യേശു ജീവിക്കുന്നു.
that we should confess with our mouth that I have died and Christ lives. നമ്മളൊരു വലിയ രോഗത്തിന്റെ അവസ്ഥയിലോ ജോലി നഷ്ടപ്പെട്ടാലോ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ വിളിച്ചു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. That in the midst of any trial or problem we must say that we have been crucified with Christ. ആ വാക്യം വായിച്ച് നമുക്ക് ഫിനിഷ് ചെയ്യാം, പൂർത്തീകരിക്കാം വാക്യം. ഇനി ജീവിക്കും, നോ ലോങ്ങർ ഐ ലീവ്, ഞാനല്ല ഇനി ജീവിക്കുന്നത്, എന്റെ അകത്ത് ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ക്രിസ്തു എന്റെ അകത്ത് വന്നാൽ സാജന്റെ നീതിയാണോ ക്രിസ്തുവിന്റെ നീതിയാണോ വെളിപ്പെടുന്നത്? എന്റെ അകത്ത് വാഴുന്ന രാജാവിന്റെ ഭരണത്തിൽ രാജാവിന്റെ നീതിയായിരിക്കും വെളിപ്പെടുന്നത്. In the reign of the king who dwells in me, his righteousness will be revealed. അതാണ് നമ്മൾ യേശുവിൽ ഇരിക്കുക എന്ന് പറയുന്നത്. That is what it means to be found in Jesus. ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. അപ്പൊ എന്നെ കാണുന്നത് ഇപ്പൊ പൗലോസിനെ കാണുന്നത്, പക്ഷേ എന്റെ ഉള്ളിൽ ഒരാൾ ഇരിപ്പുണ്ട്, അത് യേശു ക്രിസ്തുവാണ്. Outwardly you may see Paul, but inward it's Jesus who's there. അപ്പോൾ ആ വാക്യം ഇങ്ങനെ നമുക്ക് വായിച്ച് അവസാനിപ്പിക്കാം. ആമേൻ. നമ്മൾ ഇന്ന് പകൽക്കാലം നമ്മുടെ വില്ലതായിരിക്കട്ടെ, നമ്മുടെ ഇഷ്ടമതായിരിക്കട്ടെ, ഇന്ന് കേട്ട ദൈവവചനത്തോട് തന്നെ, ഇന്ന് കേട്ട ആലോചനകൾക്ക് പ്രബോധനങ്ങൾക്ക് ചേർത്ത് പറയട്ടെ, നമ്മുടെ വില്ലല്ല അവന്റെ വില്ല് നടപ്പാകണം. So let us all join together and say, let his will be done and not ours. സ്തോത്രം. ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രയും ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തു യേശുവിങ്കലുള്ള വിശ്വാസത്താൽ അത്രേ. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് യേശുവിൽ ഇരിക്കുക എന്ന് പറയുന്നത്. That is what it means to be found in Jesus. ഇത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഭക്തന്മാരും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. All the believers must practice this. അപ്പോൾ അങ്ങനെ വന്നാൽ മാത്രമേ നമ്മുടെ വിഷയങ്ങളെയൊക്കെ നമുക്ക് ചെറുതായി കാണാൻ കഴിയും. That is only when we are able to see our problems as small. ഒരുപക്ഷെ ഞാനിപ്പോ ജോലി പോയിട്ട് 4 വർഷമായി. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നമ്മൾ വിശ്വാസത്താൽ കർത്താവിൽ ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയാണ് പ്രിയമുള്ളവരെ. I have lost my job for 4 years, but by faith I am going forward. 1.5 വർഷം ഞാൻ വിശ്വാസത്തിന്റെ പരിശോധനകളിൽ കുടുംബമായി കടന്നുപോയി. 1.5 years we went as a family through trial of faith. കുഞ്ഞുങ്ങളുടെ 2 വർഷത്തെ പഠിത്തം നഷ്ടമായി. Our children lost 2 years of education. 1.5 വർഷം യാതൊരു വരുമാനവുമില്ലായിരുന്നു. 1.5 years we had no income. എന്നാൽ ദൈവത്തിന് നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ, but when we give everything to God, കുഞ്ഞുങ്ങളുടെ ഭാവിയെ കർത്താവ് നോക്കിക്കോളും. God will take care of the children's future. കുഞ്ഞുങ്ങളുടെ ഒരു ക്ലാസ് മിസ്സായിട്ടില്ല. By God's grace no class was missed. ഇതുവരെ നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ സർവശക്തനാണ്. The God who led us now is also able to lead us for all time. പകൽക്കാലം നിങ്ങൾ പറയണം, ജോലി പോയ കുഴപ്പമില്ല, അടുത്തൊരു ജോലി എന്റെ കർത്താവിനായി സ്തോത്രം. That even if I lose a job now, God will give me another job. എന്റെ അകത്തിരിക്കുന്നത് യേശുവാണ്. Because he who dwells in me is Jesus. അവന്റെ നീതിയാണ് എന്റെ അകത്ത് വെളിപ്പെടേണ്ടത്. His righteousness is revealed in me. ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അവനിലാണ് ഇരിക്കുന്നതെന്ന്. I believe that I am found in him. മൂന്നാമത്തെ അതിപ്രധാനമായ ഒന്നുകൂടെ പൗലോസ് കുറച്ചുകൂടെ കട്ടിക്കിട്ട് പറഞ്ഞ് ഞാനത് പറഞ്ഞുകൂടെ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. മൂന്നാമത് പറയുന്നു, അതിന്റെ 10ാമത്തെ വാക്യം. മൂന്നാമത്തെ വാക്യം ഒരു നിമിഷം. മൂന്നാമത്തേത് പൗലോസ് പറയാണ്, അവന്റെ മരണത്തോട് ട്രാൻസ്ഫോം ചെയ്യാം, അവന്റെ മരണത്തോട് അനുരൂപപ്പെടുക. സ്തോത്രം. ഇന്നലെ കർത്താവ് അച്ചിൻ പാസ്റ്റർ പറഞ്ഞതാണ്. കർത്താവ് പറഞ്ഞു, എനിക്കൊരു സ്നാനമേൽപ്പാനുണ്ട്, സഫറിങ്ങിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ഒരു സ്നാനം എനിക്ക് ഏൽപ്പാനുണ്ട്. പൗലോസ് യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയാണ്. പൗലോസ് പറയുകയാണ്, കർത്താവിന് എന്തെങ്കിലുമൊക്കെ ബാക്കി വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ഈ സഭയാം ശരീരത്തിന് വേണ്ടി ഞാനത് ഫില്ല് ചെയ്യുന്നു. യേശുവിന് എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കാനുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാനിതാ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു, ഞാനത് പൂരിപ്പിക്കുന്നു. പൗലോസിൻ്റെ അകത്തെ വെളിപ്പാടായി ഇത് പറയുന്നത്. നമ്മളൊന്നും ആ തലത്തിൽ എത്തിയിട്ടില്ല. ആ തലത്തിലെത്തുമ്പോഴേ നമുക്കത് പറയാനായിട്ട് കഴിയത്തുള്ളൂ. പൗലോസ് പറഞ്ഞ പോലെ നമ്മൾ പറയണമെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ തലം എവിടെ കിടക്കുന്നു, നമ്മളിപ്പോൾ എപ്പോഴും വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുമെന്ന് 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ പൗലോസ് കൊരിന്ത്യ സഭയോട് ചോദിച്ചുകൊണ്ടൊരു ലേഖനം എഴുതുന്നുണ്ട്. അന്ന് പകൽക്കാലം നിന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതിന് നമ്മൾ വായിച്ച ഭാഗം അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടുക. എങ്ങനെയാണ് ആ മരണത്തോടുള്ള അനുരൂപപ്പെടുക എന്ന് പറഞ്ഞാൽ അതുകൂടെ ഒന്ന് വായിച്ച് അവസാനിപ്പിക്കാം. അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും
ആ ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ നേടുന്നു. ഒന്ന് യേശുവിൻ്റെ മരണത്തോട് അനുഭവപ്പെടുക എന്ന് വെച്ചാൽ So what it means to be conformed to the death of Jesus is that ഒന്ന് പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും എക്സ്പീരിയൻസ് ചെയ്യുക. it means to experience the power of the resurrection and the fellowship of his sufferings. പൗലോസ് ഇത് പറയാനുള്ള ഒരു കാരണമുണ്ട്. The reason Paul tells us that ലുസ്ത്ര എന്ന സ്ഥലത്ത് പൗലോസ് വന്നപ്പോൾ when Paul came to the place called Lystra, ഒരു മുടന്തനായ മനുഷ്യനെ സൗഖ്യമാക്കിയപ്പോൾ because he healed a lame man, സുവിശേഷ വിരോധികളായ ഒരു കൂട്ടം ആൾക്കാർ when people who were opposed to the gospel came, പൗലോസിനെ കല്ലെറിഞ്ഞു കൊല്ലുവാനിടയായി തീർന്നു. they stoned Paul. അപ്പൊ അവര് ഇക്കോന്യയിൽ നിന്ന് അന്ത്യോക്യയിൽ നിന്ന് വന്ന ആൾക്കാർ ലുസ്ത്രയിൽ വന്നപ്പോൾ അവരെല്ലാം ഇങ്ങനെ വട്ടം ചുറ്റി നിൽക്കുമ്പോൾ When people from Iconium and Antioch came and surrounded Paul, എല്ലാരും വിചാരിച്ചു പൗലോസ് മരിച്ചു പോയത്. everyone thought that Paul was dead. കുറച്ചു കഴിഞ്ഞപ്പോൾ പൗലോസ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. But after that, Paul rose up from there. ആമേൻ സ്തോത്രം. പുനരുത്ഥാന ശക്തിയാണ് പൗലോസിനകത്ത് കിടക്കുന്നത്. The power of resurrection is in Paul. നമ്മുടെ ബലഹീനതകളെയും നമ്മുടെ രോഗത്തിന്റെ തീവ്രതയും മാറ്റുന്ന പുനരുത്ഥാന ശക്തിയാണ് നമ്മുടെ അകത്തുള്ളത്. All our disease and weaknesses overcome by the power of resurrection. കർത്താവിന്റെ മിനിസ്ട്രി കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ നിങ്ങൾ മരിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾ അവിടെ പുനരുത്ഥാനത്താൽ ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവങ്ങളാണ്. Before you complete your ministry, if you die, the power of resurrection will raise you നമ്മുടെ up. വിശ്വാസത്തിന്റെ ആ ഒരു ലെവലിലേക്ക് ഇന്ന് പകൽക്കാലം മാറുവാൻ ദൈവസഭയെ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുക. The Holy Spirit is reminding the church to be in that faith. ആമേൻ. പൗലോസ് പറയാണ് ഇതെല്ലാം എനിക്കിന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, എനിക്ക് പുനരുത്ഥാന ശക്തിയെ ഒന്നുകൂടെ അനുഭവിക്കണം. ലുസ്ത്രയിൽ വെച്ച് മരിച്ചുപോയ അനുഭവം പൗലോസ് അറിയാം. ആ സമയത്താണ് പൗലോസ് മൂന്നാം സ്വർഗത്തിൽ എടുക്കപ്പെട്ടതെന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. Those event in Lystra is what Paul says that he experienced the resurrection. പൗലോസ് പറയാണ് ഇങ്ങനെയൊക്കെ വല്ല വിധേനയും മരിച്ചവരിടയിൽ നിന്ന് എനിക്ക് പുനരുത്ഥാനം പ്രാപിക്കണം. That's why Paul says, if by any means I may attain the resurrection from the dead. പകൽക്കാലം നമുക്ക് ഈ പ്രത്യാശയുണ്ടോ? Do we have this hope? ഏതെങ്കിലും വിധത്തിൽ ഈ കർത്താവിന്റെ രണ്ടാമത്തെ വരവിങ്കൽ എടുക്കപ്പെടണം, പുനരുത്ഥാനം പ്രാപിക്കണം. നാം മരിച്ചുപോയാൽ കല്ലറകളിൽ നമ്മൾ പൊട്ടി ഉയർത്തെഴുന്നേൽക്കണം, അല്ലെങ്കിൽ നാം ജീവനോടെ അവനോട് എടുക്കപ്പെടണം. ഈ ഒരു പുനരുത്ഥാനമാണ് പൗലോസിന്റെ ഓട്ടത്തിന്റെ അതിപ്രധാനമായ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. The ultimate aim of Paul's race was this resurrection. ഇങ്ങനൊരു അപ്പോസ്തലൻ പറഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? What should we say in response to this? പുള്ളി പറയാ വല്ല വിധേനയും, He says that if by any means, at any cost, at any cost, ഏത് വിധേനയും, by any means, ഇനി എന്തെങ്കിലും ഞാൻ ചെയ്യാനുണ്ടോ? if there is anything left to be done, എനിക്ക് എന്റെ ഓട്ടത്തെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എനിക്ക് പുനരുത്ഥാനം പ്രാപിക്കണം. I have only one aim, to attain the resurrection. പകൽക്കാലം നിങ്ങളുടെ ഉള്ളിന്റെ ആഗ്രഹം എന്താണ്? What is the desire in your heart? ആമേ, ഈ ലോകത്തിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹം എന്താണ്? What is the desire in your heart in this world? ആമേ, കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെടണമെന്നുള്ളതാണോ? Is it to be caught up in when the Lord comes? അതോ നാം മരിച്ചുപോയി കഴിഞ്ഞാൽ കല്ലറയിൽ നിന്ന് Or is ഉയർത്തെഴുന്നേൽക്കണമെന്നുള്ളതാണോ? it if we are dead that we'll be resurrected? ഈ ഒരു വെളിപ്പാടിനകത്തൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. We need to journey through this revelation. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ വിഷയങ്ങൾ അവന്റെ കൈകളോട്ട് എറിഞ്ഞു കൊടുത്താട്ടെ. So let us throw away our problems to God. ഏത് ജോലിയാണോ, സാമ്പത്തിക ബുദ്ധിമുട്ടാണോ, രോഗമാണോ, കുഞ്ഞുങ്ങളുടെ വിടുതലാണോ, യേശുവിന്റെ കൈകളിൽ എറിഞ്ഞു കൊടുക്ക. Whatever problems it may be, to throw it into the hands of the Jesus. വാ കൊണ്ട് വിളിച്ചു പറ, യേശു അത്രേ വസിക്കുന്നത്. That is Jesus who dwells in me. എന്റെ അകത്ത് യേശുവിന്റെ നീതി വെളിപ്പെടും. That his righteousness will be revealed in me. ഞാൻ അവരോട് മരിച്ചിരിക്കുന്നു. I have been crucified with him. സ്തോത്രം. നമ്മൾ മരിച്ചോന്ന്, യേശു മരിച്ചോന്ന് എങ്ങനെയാ? സ്തോത്രം. ഹല്ലേലൂയ. റോമൻ പടയാളികൾ നോക്കിയത്, How do the Roman soldiers know that Jesus died? കുന്തം കൊണ്ട് കുത്തി നോക്കി. It's when they pierced him with the spear. നമ്മളെ കുത്തി നോക്കുമ്പോൾ അറിയാം മരിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം. When we are pierced and poked, we understand if we നമ്മുടെ died. സഹോദരന്മാര് നമ്മളെ കുത്തുമ്പോൾ അറിയാം നമ്മൾ മരിച്ചോ ഇല്ലയോ. When our brothers poke us, we understand if we died. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ജഡത്തെ ക്രൂശിക്കാതെ To crucify our flesh, നമുക്ക് ഈ വെളിപ്പാട് കിട്ടത്തില്ല. we will not be able to understand this revelation. ക്രിസ്തുവിന്റെ നീതി വെളിപ്പെടത്തില്ല. His righteousness will not be revealed. ഞാൻ എന്റെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. I would like to conclude here. മൂന്നാമത് ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ള അത് ഞാൻ വിടുകയാണ് ഇവിടെ. I would like to leave that part of completing the main ഹല്ലേലൂയ. ministry. പൗലോസ് പറയുന്നു, ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, പൗലോസ് പറയുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ 20-21 വായിച്ച് കൺക്ലൂഡ് ചെയ്യാം. ഫിലിപ്പിയർ ചാപ്റ്റർ 3 വേഴ്സ് 20-21. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, ഇവിടെയല്ല.
ഇവിടെ നമ്മൾ പൗരത്വം എടുക്കാതിരിക്കുകയാണ്. അച്ചുമാസൊക്കെ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇനി ബാക്കി നമ്മളെല്ലാം പൗരത്വം എടുക്കാതിരിക്കുകയാണ്. അത് ഈ ലോകപ്രകാരമുള്ള കാര്യമാണ്. സ്തോത്രല്ലേ. എന്നാൽ നമുക്ക് അതിശ്രേഷ്ഠമായൊരു പൗരത്വം കിടക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ വായിച്ചാട്ടെ. അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് കാത്തിരിക്കുന്നു. നമ്മുടെ ഓട്ടത്തിന്റെ അൾട്ടിമേറ്റ് അതിവിശുദ്ധ വിശ്വാസത്തിന്റെ ഒരു തലമാണ് ഈ കാത്തിരിപ്പ് എന്ന് പറയുന്നത്. So this waiting is the ultimate aim of the most holy faith. അതിന്റെ 21-ാമത്തെ വാക്യോടെ വായിക്കാം. സകലവും തനിക്ക് കീഴ്പ്പെടുത്തു പറഞ്ഞാൽ ഇവിടുത്തെ ദേശാന്തര ശക്തികളെയും എതിർ നിൽക്കുന്ന വൈരികളെയും ദുഷ്ടന്റെ തന്ത്രങ്ങളെയും ഈ സ്വർലോക ദുഷ്ടാത്മ സേനകളെയും ലോകത്തിലെ അധിപതികളെയും അന്ധകാര ശക്തികളെയും സകലവും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന, ഹല്ലേലൂയ, സ്തോത്രം, വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ ഈ താഴ്ചയുള്ള ഈ ഹല്ലേലൂയ ആമേൻ ഈ ദ്രവിച്ചു പോകുന്ന ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തും. അതാണ് പൗലോസിന്റെ ഓട്ടത്തിന്റെ ലക്ഷ്യം. അതാണ് പൗലോസിന്റെ പ്രത്യാശ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ പ്രത്യാശയോടെ ഹല്ലേലൂയ നമുക്കിന്ന് കടന്നു പോകാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനം നമുക്ക് ഏറ്റെടുക്കാം. നമ്മൾ പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, നമ്മളും ആ വിശ്വാസത്തിലേക്ക് നമ്മൾ വളരുമ്പോൾ നമുക്കത് പറയുവാനായിട്ട് കഴിയുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.